ഹലോ ഗൈസ്, എല്ലാവർക്കും ഇറ്റ്സ് മീ ദിവ്യ എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും നിൽക്കുന്ന പത്തല് മരം എന്നാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. അതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം ഞാനതിൻ്റെ വീഡിയോ കൂടെ ഒന്ന് എടുത്തതാണ് കേട്ടോ. നല്ല അടുങ്ങിയിരിക്കും. പ്രത്യേകിച്ച് മണമോ സ്മെല്ലോ ഒന്നുമില്ല. കണ്ടപ്പോൾ നല്ലൊരു ഭംഗി തോന്നി എടുത്തതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ? ഇന്നത്തെ വീഡിയോ നമുക്ക് വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും ഹെയർ കെയറും ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം രാവിലെ തന്നെ ഞങ്ങളുടെ പ്രാവിനും കോഴിക്കും തീറ്റ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാവരും കഴിക്കുകയാണ്. പുതിയ കുറച്ച് പ്രാവൊക്കെ വന്നു. അപ്പം ഈ വീഡിയോ ഞാൻ എടുത്തത് നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ്റെ ഒരു ടൈമിലായിരുന്നു. പിള്ളേർക്ക് വീട്ടിൽ നിൽക്കാൻ കുറച്ച് ദിവസം സമയം ഉണ്ടായിരുന്നല്ലോ, 10 ദിവസം ലീവ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പ്രാവുകളെ അവർ പിടിച്ച് നമ്മുടെ വീടിൻ്റെ അമ്പലത്തിൻ്റെ ഭാഗത്തോട്ട് കൊണ്ടുപോയി പറത്തി വിടാൻ വേണ്ടിയിട്ട് അച്ഛനും മോളും കൂടെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കൂടയ്ക്കകത്ത് പ്രാവിനെയൊക്കെ ആക്കി തിരിച്ച് വരുമോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് അവർ പോവുകയാണ്. കാർത്തൂൺ നക്ഷത്രയും കൂടാണ് പോകുന്നത്. അച്ഛനുണ്ട്. അതുകൊണ്ട് ഈ കൂടയ്ക്കകത്തിരിക്കുന്ന ഇവരെയാണ് കേട്ടോ. ഇവരെ പറത്തി വിട്ടത് അവരതുപോലെ തന്നെ തിരിച്ച് ഇവരെത്തുന്നതിന് മുമ്പേ വീടെത്തി. അങ്ങനെ ഒരു കൂടെയായിട്ട് പോവുകയാണ്. അപ്പോൾ വെക്കേഷൻ നിന്നപ്പോൾ ഇതൊക്കെയായിരുന്നു അവരുടെ കലാപരിപാടികൾ. ഞാൻ പിന്നെ എൻ്റെ ഹെയർ മൊത്തം പൊഴിഞ്ഞു പോകുന്നു കേട്ടോ. ഭയങ്കരമായിട്ടും ഹെയർ പൊഴിഞ്ഞ് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ചുമ്മാതിരിക്കുമല്ലേ. എന്താണ് നമ്മൾ പണ്ട് ചെമ്പരത്തി ഇലയും കറ്റാർവാഴയൊക്കെ ആയിട്ട് ഒന്ന് മിക്സിക്കകത്ത് അടിച്ച് ഒരു ജ്യൂസ് പോലെയാക്കി തലയിൽ തേക്കാമെന്ന് വിചാരിച്ച്. ഇത് നമ്മൾ പണ്ട് ചെമ്പരത്തി ഇത് ഉണ്ടാക്കുമായിരുന്നു. എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ചെമ്പരത്തി ഇല വെച്ച് നമ്മൾ ചെമ്പരത്തി ഇലയും കറ്റാർവാഴയും കൂടെ മിക്സാക്കി താളിയാക്കി അതിൽ നിന്ന് കുറച്ച് കറ്റാർവാഴയുടെ ജ്യൂസ് എടുത്ത് ഞാൻ ഫേസിൽ തേക്കുന്നതിന് വേണ്ടിയിട്ടും എടുത്തായിരുന്നു കേട്ടോ. അപ്പം നമ്മളൊരു ഐസ് റോളർ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കറ്റാർവാഴയ്ക്കകത്തൊരു യെല്ലോ കളർ കറയുണ്ട് കേട്ടോ. കറ എടുത്ത് കളഞ്ഞിട്ട് വേണം ഇത് ജ്യൂസാക്കി നമുക്ക് തലയിലും തേക്കാം, മുഖത്തും ഇടാം. മുഖത്ത് നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വന്നിട്ടുള്ള കരിവാളിപ്പൊക്കെ മാറുന്നതിനൊക്കെ കറ്റാർവാഴയുടെ ജെല്ല് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പം ആ യെല്ലോ കളർ ഒരു കറയുണ്ട്. ആ കറയോടെ നമ്മൾ മുഖത്തിട്ട് നമ്മുടെ മുഖമൊക്കെ ചോറ് ചെയ്യും കേട്ടോ. അത് നോക്കി വേണം എല്ലാവരും ചെയ്യേണ്ടത്. ഞങ്ങളപ്പം ഒരു ഐസ് റോളർ മേടിച്ചെന്ന് പറഞ്ഞില്ലേ, ഞാൻ ആമസോണിൽ നിന്നായിരുന്നു കേട്ടോ മേടിച്ചത്. 3 എണ്ണം നമുക്ക് കിട്ടി. എത്ര രൂപയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്നാലും 100 രൂപ, 140, 150 രൂപയ്ക്കകത്താന്ന് തോന്നുന്നു. 100 എണ്ണം ഓഫറിൻ്റെ ആയിരുന്നു. അപ്പം നമ്മൾ അതിനകത്ത് ഫുള്ളും കറ്റാർവാഴ വെള്ളമൊന്നും ഒഴിക്കാതെ അതിൻ്റെ ആ ഒരു ജെല്ല് മാത്രം എടുത്ത് നല്ലപോലെ ജ്യൂസാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് കേട്ടോ. എന്നിട്ട് അത് മുഖത്ത് തേക്കുന്നതിന് പിന്നെ ഞാൻ കുറച്ച് കറ്റാർവാഴ താളിയാക്കി അതിനകത്ത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തലയിൽ തേക്കാം. ഭയങ്കര ഹെയർ ഫോളായിരുന്നു കേട്ടോ. അപ്പം ഒരു വട്ടവും തേച്ചാൽ പോലെ ഒരു 3-4 വട്ടമൊക്കെ തേക്കുവാണെങ്കിൽ ഹെയർ ഫോളിന് കുറേ മാറ്റം വരും കേട്ടോ. അതുപോലെ മുടി നല്ലതുപോലെ കിളിർത്ത് വരികയും ചെയ്യും. വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരാണെങ്കിൽ പല കാര്യങ്ങളും വെച്ച് തല പുകച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് താളിയൊക്കെ തേക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാൻ ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്ന ആളായതുകൊണ്ട് താളിയൊക്കെ തേച്ചപ്പോൾ സത്യം പറഞ്ഞാൽ നല്ലതുപോലെ കിടന്ന് മുടങ്ങി. അത്രയ്ക്ക് തണുപ്പാണ്. താളിയും കറ്റാർവാഴയും കൂടെ മിക്സഡായിട്ട് തേച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അമ്പലത്തിൽ കൊടി കയറി നമ്മൾ രാവിലെ വന്ന് തൊഴുതായിരുന്നു. അപ്പോൾ അയ്യപ്പൻ്റെ അമ്പലമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കൊടി കയറി വന്ന് തൊഴുതു. നമ്മൾ രാവിലെ കൊടി കയറി ഉണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങോട്ട് നമ്മൾ 10 ദിവസം വരുന്ന ഉത്സവമാണ്. ഉത്സവത്തിന് വീഡിയോ ഞാൻ എല്ലാവരും ഇടാം. അതിനെക്കുറിച്ച് ഭഗവാന്റെ ദീപാവലി കൊണ്ടുവരുന്ന ഘോഷയാത്ര ഉണ്ടാകും. അമ്പലത്തിൽ പോയിട്ട് പ്രസിദ്ധ ഘോഷയാത്ര
വെന്റിലേഷനാണ്.